T20 ലോക കിരീടത്തിനായുള്ള കലാശ പോരാട്ടം ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് ഇത് നടക്കുന്ന. ഇന്ന് ഇന്ത്യ ന്യൂസിലാൻഡിനെയാണ് നേരിടുന്നത്. മൂന്നാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങുമ്പോൾ കന്നി കിരീടമാണ് കിവീസിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ അഹമ്മദാബാദിൽ അവിടെ നിന്നും നമ്മുടെ രുജീഷ് വി രവീന്ദ്രനും ഒപ്പം വീഡിയോ ജേർണലിസ്റ്റ് അക്ഷയും അവിടെയുണ്ട്. അപ്പോൾ രുജീഷിലേക്കാണ് പോകുന്നത്. രുജീഷ്, അവിടെ എവിടെയാണോ മത്സരം നടക്കുന്നത് അവിടെയാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ആവേശം എത്രമാത്രമാണ് എന്ന് നമുക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലാകും, അല്ലെങ്കിൽ ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇപ്പോൾ തന്നെ അവിടേക്ക് കാണികൾ അല്ലെങ്കിൽ ആരാധകരൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെയൊക്കെ പ്രതീക്ഷ ഏത് രീതിയിലാണ്? അവിടുത്തെ ഒരു വൈബ് ഇപ്പോൾ എന്താണ്? സ്വാതി, നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. കാരണം ഇത് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ആരാധകർ ഈ ഗ്രൗണ്ടിലേക്ക് വരുന്നത്. ഇന്ന് നമുക്കറിയാം വൈകിട്ട് 7 മണിയോടെയാണ് മത്സരം നടക്കേണ്ടത്. പക്ഷേ വളരെ രാവിലെ തന്നെ ആളുകൾ വന്നു തുടങ്ങിയിരിക്കുമ്പോൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരാധകർ ഇങ്ങനെ വരികയാണ്. നമുക്ക് കാണാം, വലിയ ആവേശത്തോടെ അവർ കാത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ചില മലയാളി ആരാധകർ പതിവ് പോലെ തന്നെ ഓരോ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ്. നമുക്ക് ചില മലയാളി ആരാധകരോടൊപ്പം തന്നെ ചേരാം. കോഴിക്കോട് നിന്ന് എത്തിയ മലയാളി ആരാധകർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളുണ്ട്. ഇത്തവണ സഞ്ജുവിന്റെ ആരാധകർ തന്നെ എത്തുകയാണ്. എന്തായാലും സഞ്ജുവിന്റെ വലിയ ആവേശം തന്നെയാണ് ഇവിടെയും കാണാനാകുന്നത്. കാരണം സഞ്ജു ഇത്തവണയും ഒരു ഫൈനലിൽ ഒരു മികച്ച പ്രകടനം സഞ്ജുവിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വലിയ ഒരു ആവേശത്തിൽ നിൽക്കുന്ന ഒരു ടൂർണമെന്റ്, പ്രത്യേകിച്ച് സഞ്ജു തുടർച്ചയായി മികച്ച ഫോമിലേക്ക് കളിക്കുന്നത്. എന്തായാലും ഫൈനലിലേക്ക് വരുമ്പോൾ ആ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അതെ, ഒരു സെഞ്ചുറിയും കൂടി കാണാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഓപ്പണിംഗ് അഭിഷേകമായിട്ട് കുറച്ചും കൂടി ഒരു പാർട്ണർഷിപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ഫൈനലിൽ. എഴുതി തള്ളാൻ പറ്റുന്ന ഒരു ടീമല്ല ന്യൂസിലൻഡ്. കാരണം നമ്മൾ പലപ്പോഴും ന്യൂസിലൻഡിനോട് ലോകകപ്പിൽ പരാജയപ്പെട്ടതാണ്. 3 തവണ നേരിട്ടു, 3 തവണയും പരാജയപ്പെട്ട ഒരു വെല്ലുവിളി അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അതൊക്കെ മാറ്റി എഴുതപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ നമ്മളെ ടീം സെറ്റാണ്, ചേട്ടനും സെറ്റാണ്. അപ്പം എല്ലാവരും വോട്ട് ചെയ്യുക. ടൂർണമെന്റ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആവാൻ വേണ്ടിയിട്ട് ICCന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് എല്ലാവരും നമ്മളെ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായും ഇന്ത്യൻ ടീമിൽ നിന്ന് ഇപ്പോൾ ആ പട്ടികയിലുള്ള ഒരേ ഒരു താരം സഞ്ജു സാംസണാണ്. എന്തായാലും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സഞ്ജു ആകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ വോട്ട് ചെയ്യാൻ വേണ്ടി കൂടി സഞ്ജുവിന്റെ ആരാധകർ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഒരുപാട് ആളുകളെ കാണാം. കാരണം ഈ സമയം സത്യത്തിൽ ഈ ആളുകളെ കയറ്റിവിട്ട് തുടങ്ങുന്നത് വൈകിട്ട് 3 മണിയോടെയൊക്കെയാണ് ഗ്രൗണ്ടിലേക്ക് ആളുകളെ കയറ്റിവിട്ട് തുടങ്ങുക. പക്ഷെ അതിനു മുമ്പ് തന്നെ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. എല്ലാവർക്കും ടിക്കറ്റ് ലഭ്യമായിട്ടില്ല. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് 1,32,000 ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അഹമ്മദാബാദ് സ്റ്റേഡിയം. അവിടേക്കാണ് ഇപ്പോഴും ടിക്കറ്റ് ലഭിക്കാത്തത് കൊണ്ട് അവസാന നിമിഷം ഒരു സാധ്യതയുണ്ടോ എന്ന് ചോദിച്ച് ആളുകൾ വരുന്നത്. അത്രമാത്രം വലിയ ഒരു ക്രൗഡിനെ നമ്മൾ പ്രതീക്ഷിക്കാം ഉറപ്പായും. കാരണം ഇപ്പോൾ തന്നെ ടിക്കറ്റുകളിൽ ബഹുഭൂരിപക്ഷം വിറ്റുപോയി. അവസാന ഒരു സെഷന്റെ ഭാഗമായി ഒരു ബുക്ക് മൈ ഷോയിലേക്ക് കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാം. കാരണം അവർക്ക് ഇപ്പോഴും ടിക്കറ്റുകൾ ചോദിച്ച് ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അത്രമാത്രം വലിയ ആവേശം നമ്മൾ ഈ ദിവസം കാത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലയാളി ആരാധകരെ സംബന്ധിച്ചിടത്തോളം 2 മത്സരങ്ങളിൽ തുടർച്ചയായി സഞ്ജു സാംസൺ അർദ്ധ സെഞ്ചുറി നേടി ടീമിനെ വിജയത്തിലെത്തിച്ചു. ആ ആവേശമുണ്ട്. അതോടൊപ്പം അഹമ്മദാബാദ് ആകെ തന്നെ ഇന്ത്യൻ ടീം ഒരിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മൈതാനം ഇന്ത്യക്ക് പലപ്പോഴും അവരുടെ നഷ്ടങ്ങൾ ഉണ്ടായ മൈതാനമാണ്. 2023 ഏകദിന ലോകകപ്പിൽ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടു. ഫൈനലിൽ പരാജയപ്പെട്ടതാണ്. അത് കഴിഞ്ഞ ഈ ലോകകപ്പിൽ തന്നെ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടു. അത്തരത്തിൽ ചില വെല്ലുവിളികൾ മുൻപ് നേരിട്ടതും പരാജയം അറിഞ്ഞതുമായ സ്റ്റേഡിയമാണ്. അവിടെ എന്തായാലും ഒരു കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യൻ ടീമിനുള്ളത്. വലിയ ആവേശം ഇപ്പോൾ തന്നെ കാണാം. സ്വാതി. ശരി രുജീഷ്, നമുക്കും വലിയ ആവേശമാണ് ഇവിടെ നിന്നും ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നുള്ളതാണ്.